വിത്ത് ഗ്രാൻഡ് ഫാദർ. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന ഈ സ്റ്റോറി രാജ എന്ന കുട്ടിയുടേതാണ്. രാജ തന്നെയാണ് നമ്മളോട് ഈ കഥ പറയുന്നത്. കഥയുടെ ആരംഭത്തിൽ രാജ നമ്മളോട് പറയുന്നു, എല്ലാവരും എന്നെ രാജ എന്ന് വിളിക്കുന്നു, പക്ഷേ ഇതെൻ്റെ യഥാർത്ഥ പേരല്ല. എന്നാൽ എന്നെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നത് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോടും ഗ്രാൻഡ് മദറിനോടും അങ്കിളിനോടുമൊപ്പം ഗ്രാമത്തിലെ ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അച്ഛൻ എന്നെ ഉപേക്ഷിച്ചും പോയി. അങ്ങനെ രാജ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അവരെ ഗ്രാമത്തിലെ ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. അതിനു ചുറ്റും ധാരാളം സ്ഥലം അവർക്ക് സ്വന്തമായിട്ടുണ്ട്. രാജയുടെ ഗ്രാൻഡ് ഫാദർ വളരെ വലിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം വളരെ ഉച്ചത്തിലാണ് സംസാരിക്കാറ്. അദ്ദേഹത്തിനെ ആ ഗ്രാമത്തിൽ എല്ലാവർക്കും അറിയാം. എല്ലാ ആൾക്കാരും അദ്ദേഹത്തിൻ്റെ അടുത്ത് അഭിപ്രായവും സഹായവും ഒക്കെ ചോദിച്ച് വരാറുണ്ട്. ഗ്രാൻഡ് മദർ വളരെ ശാന്തശീലയായ ഒരു സ്ത്രീയാണ്. രാജയെ അവർ നന്നായി നോക്കുന്നു. എപ്പോഴും അവൻ്റെ പുറകെ ഇത് കഴിക്കൂ, ഇത് കുടിക്കൂ എന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മ നടക്കാറുണ്ട്. എന്നാൽ രാജയ്ക്ക് എപ്പോഴും ഇങ്ങനെ പുറകെ നടക്കുന്നത് ഇഷ്ടമല്ലെങ്കിലും അമ്മൂമ്മയെ വളരെയധികം ഇഷ്ടമായിരുന്നു. അവൻ്റെ അങ്കിളാണ് അവൻ എപ്പോഴൊക്കെ കുഴപ്പത്തിൽ ചാടുന്നു അപ്പോഴൊക്കെ അവനെ രക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിനെയും ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ആ വീടിന് ചുറ്റും ധാരാളം സ്ഥലം അവർക്ക് സ്വന്തമായിട്ടുണ്ട്. അവിടെ ധാരാളം മരങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. തെങ്ങുകളും മാവും പലതരത്തിലുള്ള മറ്റു ചെടികളും സസ്യങ്ങളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ധാരാളം കിളികളും പൂമ്പാറ്റകളും തേനീച്ചകളുമൊക്കെ എപ്പോഴും അവിടെ വന്നു പോകുന്നുണ്ട്. ഒരു വൈകുന്നേരം, ഒരു മഴ കഴിഞ്ഞ വൈകുന്നേരം, ഗ്രാൻഡ് ഫാദർ വൈകുന്നേരത്തെ പൂജയ്ക്ക് വേണ്ടി പുഷ്പങ്ങൾ പറിക്കുകയായിരുന്നു. ഒരു ചന്ദനമരത്തിൽ ചുറ്റി വളർന്നു വന്നിരുന്ന ഒരു മുല്ലവള്ളിയിൽ നിന്നാണ് അദ്ദേഹം പൂക്കൾ ശേഖരിച്ചു കൊണ്ടിരുന്നത്. രാജയും അദ്ദേഹത്തെ സഹായിക്കാനായി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മഴ കഴിഞ്ഞതേ ഉള്ളൂ. അതിനാൽ തന്നെ ആ ചന്ദനമരത്തിൽ ധാരാളം മഴത്തുള്ളികൾ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. രാജയ്ക്ക് പെട്ടെന്ന് ആ മരം കുലുക്കി ഒരു മഴ പെയ്യിക്കാൻ തോന്നി. രാജ അങ്ങനെ തന്നെ ചെയ്തു. ആ ചന്ദനമരത്തെ പിടിച്ച് ശക്തിയായി കുലുക്കി. ആ സമയത്ത് ചന്ദനമരത്തിലുണ്ടായിരുന്ന മഴത്തുള്ളികളെല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റെയും രാജയുടെയും ദേഹത്ത് വീണു. ഗ്രാൻഡ് ഫാദർ വളരെയധികം ദേഷ്യപ്പെട്ടു. രാജയെ തല്ലാനായി അദ്ദേഹം ഓടിച്ചു. രാജ വളരെ വേഗത്തിൽ മുന്നിൽ ഓടിപ്പോയി. ആ സമയത്ത് ഗ്രാൻഡ് ഫാദർ ഒരു കല്ലിൽ തട്ടി മറിഞ്ഞു വീണു. ഇത് കണ്ട് ഭയന്ന രാജ വേഗം ദൂരേക്ക് പോയി. ഗ്രാൻഡ് ഫാദർ കയ്യിൽ കിട്ടിയാൽ തന്നെ തല്ലുമെന്ന് രാജയ്ക്ക് ഉറപ്പായിരുന്നു. അതിനാൽ തന്നെ അവൻ ദൂരെയുള്ള പാടത്ത് പോയി ഒളിച്ചിരുന്നു. എന്നാൽ രാത്രിയായപ്പോൾ പണ്ട് കേട്ടിട്ടുള്ള എല്ലാ പ്രേതകഥകളും അവൻ ഓർമ്മ വന്നു. അതുകൊണ്ട് തന്നെ പതുക്കെ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. എന്നാൽ വീട്ടിനകത്തേക്ക് കയറാൻ രാജയ്ക്ക് ഭയമായിരുന്നു. അതിനാൽ തന്നെ വീടിനടുത്തുള്ള ഒരു തൊഴുത്തിൻ്റെ മുകളിൽ അവൻ കയറിയിരുന്നു. ആ സമയത്ത് ഗ്രാൻഡ് മദർ അവനെ അന്വേഷിച്ച് ആ വീട്ടിനുള്ളിലെല്ലാം നടന്നു. ഗ്രാൻഡ് ഫാദറിനോട് ഗ്രാൻഡ് മദർ ചോദിക്കുന്നുണ്ട്, രാജ എവിടെയാണ് എന്ന് അറിയാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഈ വീട്ടിനകത്ത് എവിടെയെങ്കിലും നോക്ക്. പക്ഷേ ഗ്രാൻഡ് മദർ പറഞ്ഞു, ഞാൻ ഇവിടെയെല്ലാം നോക്കി, അവനിവിടെ ഇല്ല. പതുക്കെ പതുക്കെ അവനെ കാണാനില്ല എന്നുള്ള വാർത്ത ആ ഗ്രാമം മുഴുവൻ പരന്നു. ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിനോട് ദേഷ്യപ്പെടാനും തുടങ്ങി. അവൻ അടി പേടിച്ച് എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്ന് ഗ്രാൻഡ് മദർ വിശ്വസിച്ചു. ഗ്രാൻഡ് ഫാദർ ഉടനെ തന്നെ തൻ്റെ ജോലിക്കാരെയെല്ലാം വിളിച്ചു വരുത്തി. എല്ലാവരും രാജയെ തപ്പി പല സ്ഥലങ്ങളിലേക്ക് പോയി. പക്ഷേ ആർക്കും അവനെ കണ്ടെത്താനായില്ല. വിവരമറിഞ്ഞ് ധാരാളം അയൽക്കാരവിടെ വന്നു. കരഞ്ഞുകൊണ്ടിരുന്ന ഗ്രാൻഡ് മദറിനെ അവർ ആശ്വസിപ്പിക്കാനായിട്ട് തുടങ്ങി. ആശ്വസിപ്പിക്കാനായി അവർ പലവിധ വാക്കുകൾ പറഞ്ഞു. ഇത് കേട്ട ഗ്രാൻഡ് ഫാദറിന് വളരെയധികം ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. വെറുതെ എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാത്തത് പറയുന്നത്? എൻ്റെ കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കൂടുതൽ ആൾക്കാർ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പോയി രാജയെ തപ്പി. പക്ഷേ ആർക്കും അവനെ കണ്ടെത്താനായി സാധിച്ചില്ല. ഈ സമയത്ത് ഗ്രാൻഡ് മദർ വീണ്ടും കരയാനായിട്ട് തുടങ്ങി. ഗ്രാൻഡ് ഫാദർ വളരെ ശക്തനായ മനുഷ്യനായിരുന്നു എന്ന് ആദ്യം നമ്മൾ പറഞ്ഞു. പക്ഷേ അദ്ദേഹം പതുക്കെ ആ ശക്തിയെല്ലാം കുറഞ്ഞ് ദുർബലനാകാൻ തുടങ്ങി. കാരണം കൊച്ചുമകനെ കാണാനില്ല. അദ്ദേഹം പതുക്കെ തൻ്റെ കുടുംബക്ഷേത്രത്തിൻ്റെ ആ സൈഡിലേക്ക് തിരിഞ്ഞു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗീവ് മീ മൈ ചൈൽഡ്, ഐ വാണ്ട് ഹിം നൗ, ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അദ്ദേഹം ദൈവത്തോട് പറയുന്നു, എനിക്കിനിയും കാത്തു നിൽക്കാൻ വയ്യ, എൻ്റെ കുട്ടിയെ വേഗം തിരിച്ചെത്തിക്കണേ ദൈവമേ എന്ന് അദ്ദേഹം പറയുന്നു. ആ സമയത്താണ് രാജയുടെ അങ്കിള് തിരിച്ചെത്തിയത്. സാഹചര്യം മനസ്സിലാക്കിയ അദ്ദേഹം രാജയെ തിരയാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ പശുത്തൊഴുത്തിൽ നിന്ന് രാജയെ കണ്ടുപിടിക്കാനായി സാധിച്ചു. അദ്ദേഹം
രാജയുമായി വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയുന്നു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ മകനെ തിരിച്ചു നൽകി.